ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന ക്വിസാണ്. നമുക്കറിയാം, വരുന്ന 21 ചാന്ദ്രദിനമായി ആചരിക്കുകയാണല്ലേ. ജൂലൈ 21 ചാന്ദ്രദിനം വരുന്നത്. അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കിയ ആദ്യത്തെ വീഡിയോ ആണിത്. ഇതുകൂടാതെ ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. എല്ലാ ചോദ്യവും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യനും നൽകിയിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് അത് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ജൂലൈ 21. അപ്പോൾ ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ജൂലൈ 21. അടുത്തത്, മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിയത് എന്നാണ്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിയത് എന്നാണ്? അപ്പോൾ മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിയ ദിവസം എന്നാണ്? ഉത്തരം 1969 ജൂലൈ 20. ശ്രദ്ധിക്കുക, 1969 ജൂലൈ 20 മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു പഠിക്കുക. മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിയത് 1969 ജൂലൈ 20. പക്ഷെ നമ്മൾ ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ 21. അപ്പോൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഏതൊക്കെ ബഹിരാകാശ സഞ്ചാരികളാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്? ഏതൊക്കെ ബഹിരാകാശ സഞ്ചാരികളാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്? ഉത്തരം വരുന്നത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്. ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്. 3 പേരും പഠിച്ചു വെക്കുക. ഓക്കെ. നാലാമത്തെ ചോദ്യം ഇതാണ്: ഏത് ബഹിരാകാശ വാഹനത്തിലാണിവർ ചന്ദ്രോപരിതലത്തിൽ എത്തിയത്? ഏത് ബഹിരാകാശ വാഹനത്തിലാണിവർ ചന്ദ്രോപരിതലത്തിൽ എത്തിയത്? അപ്പോൾ ശ്രദ്ധിക്കണം, 3 പേരാണ് 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ഇവർ ഏത് വാഹനത്തിലാണ് അവിടെ എത്തിയത്? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ നടന്നത് എന്നാണ്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ നടന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. അപ്പോൾ 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ നടന്നത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിയത് 1969 ജൂലൈ 20 പക്ഷേ അവിടെ കാലുകുത്തിയത് 1969 ജൂലൈ 21. അപ്പോൾ 2 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം: ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കിയ വ്യക്തി ആരാണ്? ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കിയ വ്യക്തി ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞു, ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത് ജൂലൈ 21. മനുഷ്യൻ കാലുകുത്തിയത് ജൂലൈ 21. അപ്പോൾ ആരാണ് ആ ഒരു നേട്ടം കരസ്ഥമാക്കിയത്? ഉത്തരം വരുന്നത് നീൽ ആംസ്ട്രോങ്. അപ്പോൾ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കിയ വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ്. ഒക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1969 ജൂലൈ 21 ബഹിരാകാശ വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന വ്യക്തി ആരാണ്? 1969 ജൂലൈ 21 ബഹിരാകാശ വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന വ്യക്തി ആരാണ്? ഉത്തരം വരുന്നത്
നീൽ ആംസ്ട്രോങ്. നമ്മൾ പറഞ്ഞില്ലേ, ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കൈവരിച്ച വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ്. അദ്ദേഹമാണ് ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആദ്യ വ്യക്തി. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി നടന്ന 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി നടന്ന വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകുക കേട്ടോ. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തി, ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആദ്യത്തെ വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തിയാണ് എഡ്വിൻ ആൽഡ്രിൻ. ആരാണ്? എഡ്വിൻ ആൽഡ്രിൻ. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിച്ചു പോകാം കേട്ടോ. എഡ്വിൻ ആൽഡ്രിൻ ആണ് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി. അപ്പോൾ ഓർഡറാക്കി പഠിച്ചു പോയാൽ മതി. ആദ്യത്തെ വ്യക്തി നീൽ ആംസ്ട്രോങ്, രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിൻ. അടുത്ത ചോദ്യം, അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു? അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു? ഉത്തരം മൈക്കിൾ കോളിൻസ്. മൈക്കിൾ കോളിൻസ് ആണ് അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചത്. നമ്മൾ എന്താണ് മുന്നേ പറഞ്ഞത്? ബഹിരാകാശ സഞ്ചാരികളായ 3 പേരാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ഏത് വാഹനത്തിലാണ്? അപ്പോളോ 11. അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ച വ്യക്തിയാണ് മൈക്കിൾ കോളിൻസ്. അപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങാതെ മാതൃപേടകത്തിൽ ചന്ദ്രനെ വലം വെച്ച 3ാമത്തെ യാത്രികനാണ് മൈക്കിൾ കോളിൻസ്. അപ്പോൾ 3 പേരുകളും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ്. 10ാമത്തെ ചോദ്യം ഇതാണ്, അപ്പോളോ 11 ദൗത്യം ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? അപ്പോളോ 11 ദൗത്യം ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? ഉത്തരം വരുന്നത് അമേരിക്ക. അപ്പോളോ 11 എന്ന ദൗത്യം ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? അമേരിക്കയുടേത് ആയിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്, നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ സഞ്ചരിക്കാൻ ഉപയോഗിച്ച ലൂണാർ മൊഡ്യൂളിൻ്റെ പേരെന്തായിരുന്നു? നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ സഞ്ചരിക്കാൻ ഉപയോഗിച്ച ലൂണാർ മൊഡ്യൂളിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം വരുന്നത് ഈഗിൾ. നീൽ ആംസ്ട്രോങ്ങും സംഘവും ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ്. ഇവർ ചന്ദ്രനിൽ സഞ്ചരിക്കാൻ ഉപയോഗിച്ച ലൂണാർ മൊഡ്യൂളിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം വരുന്നത് ഈഗിളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടവും. ഈ ചരിത്രപ്രസിദ്ധമായ വാചകം ആരുടേതാണ്? ശ്രദ്ധിക്കുക, ഇതൊരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം. ഈ ചരിത്രപ്രസിദ്ധമായ വാചകം ആരുടേതാണ്? ഉത്തരം വരുന്നത് നീൽ ആംസ്ട്രോങ്. ചരിത്രപ്രസിദ്ധമായ ഈ ഒരു വാചകം പറഞ്ഞതാരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. എന്താണ്? ഇതൊരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരണം, ഇത് ആരുടെ വാക്കുകളാണ്? നീൽ ആംസ്ട്രോങ്ങിൻ്റെ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കിയ നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ഏതാണ്? ഉത്തരം എന്താണ്? ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 1. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏതാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏതാണ്? ഉത്തരം വരുന്നത് 2008. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ആണ്. ചന്ദ്രയാൻ 1 ആണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം വിക്ഷേപിച്ചതെന്നാണ് 2008. അടുത്ത ചോദ്യം, ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയായ ആദ്യ വനിത ആരാണ്? ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വംശജയായ ആദ്യ വനിത ആരാണ്? ഉത്തരം വരുന്നത് കൽപ്പന ചൗള. ഓക്കെ, ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ വനിതയാണ് കൽപ്പന ചൗള. ആരാണ്? കൽപ്പന ചൗളയാണ് ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ വംശജയായ ആദ്യ വനിത. അടുത്തത്, കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ച വനിത ആരാണ്?
കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ച വനിത ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, സുനിത വില്യംസ് ആണ്. കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ച വനിതയാണ് സുനിത വില്യംസ്. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം വരുന്നത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡ് ചെയ്യുക. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇതായിരുന്നു: ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡ് ചെയ്യുക. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് സാധ്യമാക്കുകയായിരുന്നു ചന്ദ്രയാൻ 3ൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം ഇതാണ്: ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം LVM-3. ശ്രദ്ധിക്കുക, ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് LVM-3. ഏതാണ്? LVM-3. അടുത്തത്, ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ഏതാണ്? ശ്രദ്ധിക്കുക, ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ഏതാണ്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഉത്തരം വരുന്നത് ലൈക്ക എന്ന നായ. ലൈക്ക എന്ന നായയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി ഏതാണ്? ലൈക്ക എന്ന നായയാണ്. 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രൻ്റെ പൂർണ്ണമായ രൂപം കാണപ്പെടുന്ന ദിവസം എന്താണ് അറിയപ്പെടുന്നത്? ചന്ദ്രൻ്റെ പൂർണ്ണമായ രൂപം കാണപ്പെടുന്ന ദിവസം എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം പൗർണമി. ചന്ദ്രൻ്റെ പൂർണ്ണമായ രൂപം കാണപ്പെടുന്ന ദിവസം പൗർണമി എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രൻ പൂർണ്ണ വൃത്താകൃതിയിൽ തിളങ്ങി നിൽക്കുന്ന ദിവസമാണ് പൗർണമി. ചന്ദ്രൻ പൂർണ്ണ വൃത്താകൃതിയിലാണ് പൗർണമി ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതി എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം ഗഗൻയാൻ. ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതിയാണ് ഗഗൻയാൻ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എല്ലാവരും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതിയാണ് ഗഗൻയാൻ. ഓക്കെയാണേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതി എന്നത് ഗഗൻയാനാണ്. ഇതുപോലെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം റഷ്യ, ചൈന, അമേരിക്ക. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച മറ്റു രാജ്യങ്ങളാണ് റഷ്യ, ചൈന, അമേരിക്ക എന്നിവ. അടുത്ത ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? ഉത്തരം വരുന്നത് ശുഭാൻഷു ശുക്ല. ആരാണ്? ശുഭാൻഷു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ വംശജൻ. 1984 ബഹിരാകാശത്ത് പോയ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരൻ കൂടിയാണ് ഇദ്ദേഹം. ഓക്കെയാണ്. അടുത്ത ചോദ്യം ഇതാണ്: ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്രയാണ്? ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം വരുന്നത് 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ശ്രദ്ധിക്കുക, ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം ഇത്രയാണ്. എത്ര? 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. അപ്പോൾ ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എത്ര ദിവസം വേണം? 27 ദിവസം വേണം. എത്ര മണിക്കൂർ? 7 മണിക്കൂർ വേണം. എത്ര മിനിറ്റ് വേണം? 43 മിനിറ്റും വേണം. നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ്: ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണം ഏതാണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണം ഏതാണ്?
ഉത്തരം സൂര്യഗ്രഹണമാണ് നടക്കുക. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണം സൂര്യഗ്രഹണമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ്? അപ്പോൾ ആ പേര് നിങ്ങളെല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉത്തരമായിട്ട് രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ്. ശ്രദ്ധിച്ചവർക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ നിങ്ങളുടെ പേരും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നന്നായി യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതുപോലെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് വേണ്ട എല്ലാ വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റ് ടൈമിൽ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വീഡിയോയ്ക്കൊരു ലൈക്കും തരിക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.